ഹലോ, നിനക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ടോ നീ വലിയ കഴിവുകളൊന്നുമില്ലാത്ത ഒരാളാണെന്നും മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനിക്കപ്പെടാൻ തക്കതായതൊന്നും നിന്നിലില്ല എന്നും ഇനി അല്ലായെങ്കിൽ തന്നെ വളരെ ചെറിയ കഴിവുകൾ മാത്രമുള്ള ഒരാളാണെന്നും മറ്റുള്ളവരുടെ ജീവിതങ്ങളോട് ചേർത്ത് നീ താരതമ്യപ്പെടുത്താറുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിർത്തണം കേട്ടോ. നീ ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരാൾ തന്നെയാണ്. ജമൈക്കൻ സംഗീതജ്ഞനായ ബോബ് മാർലി ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് സ്വന്തമായുള്ളവയെല്ലാം അവയെ നിങ്ങൾ വിലമതിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യണം. കാരണം ജീവിതത്തിലെ എല്ലാറ്റിനും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മൂല്യമുണ്ട്. നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളെയും നിങ്ങൾ മറക്കണം. കാരണം മുറിവുകളിൽ പറ്റിപ്പിടിക്കുന്ന ചെറിയ പൊടിപടലങ്ങൾക്ക് പോലും വേദനയുടെ ആഴം കൂട്ടാൻ സാധിക്കും. വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങൾക്ക് മുന്നിലൊന്നും തളരാതെ ആഗ്രഹിച്ചവയെല്ലാം നേടിയെടുക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശീലിക്കണം. അതിനുവേണ്ടി നമ്മൾ പോരാടണം. ബോബ് മാർലി തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ പക്കലുള്ളതെല്ലാം നിധി പോലെ നിങ്ങൾ സൂക്ഷിക്കണം. അത് എന്തു തന്നെയായാലും. കാരണം നഷ്ടപ്പെടുന്നതുവരെ അതിൻ്റെ വില നമുക്ക് മനസ്സിലാകില്ല. നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കണം. അല്ല എങ്കിൽ അവരോടുള്ള കോപം നിങ്ങളുടെ ആത്മാവിനെ ബന്ധിക്കുകയും സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യും. നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം നിങ്ങൾ ആസ്വദിക്കണം, അവരോടൊപ്പമായിരിക്കണം. വളരെ ശരിയായ ഒരു ജീവിത നിരീക്ഷണമായി എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കഴിവ് കുറഞ്ഞവരാണെന്നും മറ്റുള്ളവരുടെ കഴിവുകളോടും നേട്ടങ്ങളോടും താരതമ്യപ്പെടുത്തി നമ്മളെ തന്നെ ചെറുതാക്കി കാണാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത നമ്മിലുണ്ട്. അതുകൊണ്ടാണ് ചെറിയ പ്രതിസന്ധികളിൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. നമുക്ക് ഉള്ള ചെറിയ ചെറിയ കഴിവുകൾ പോലും അത് മൂല്യമുള്ളവയാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അല്ലായെങ്കിൽ വഴിയിലുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് മുൻപിൽ നമ്മൾ തളർന്നു പോകും. നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. എല്ലാ കഴിവുകളും ദൈവം നിന്റെ വളർച്ചയ്ക്കും നിന്റെ നന്മയ്ക്കും തന്നിട്ടുള്ളതാണ്. നിന്റെ ശാരീരികമോ മാനസികവുമായ കുറവുകളൊന്നും നിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകരുത്. ഒരു പക്ഷേ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടത് ആരോടും വൈരാഗ്യവും വിദ്വേഷവും ഹൃദയത്തിൽ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അത് നമ്മുടെ വളർച്ചയെ, നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തും. സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്നതിൽ നിന്ന് നമ്മളെ തീർച്ചയായും അവ തടയും. എന്തിന്? അത് നമ്മളെ രോഗികളാക്കി മാറ്റുകയും ചെയ്യും. ഈ പ്രകൃതിയും പ്രപഞ്ചവും ദൈവവും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്, നമ്മോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട്. വേദമൊഴികളുണ്ട് കേട്ടോ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. തീർച്ചയായും നീ വിലപ്പെട്ടവനാണ്, നീ ബഹുമാന്യനാണ്, നീ അമൂല്യനുമാണ്. പക ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു ഫിൽ ഇറ്റ് വിത്ത് ഗ്രഡ്ജസ് ആൻഡ് നെഗറ്റിവിറ്റി. പകയും നിഷേധാത്മകതയും ജീവിതത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള വലുപ്പം നമ്മുടെ ജീവിതത്തിനില്ല. അത് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോവുക. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.